എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നേ. അപ്പോൾ നമുക്ക് ഇന്ന് നല്ലൊരു അടിപൊളി മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനൊന്നും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ അതേണ്ടേ ഞാനൊരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മളിതിലേക്ക് കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു നുള്ളു ഉലുവായും കൂടെ ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ഒന്ന് പൊട്ടി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് കൊച്ചുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് അരിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പൊടികളെടുത്ത് വെച്ചിട്ടുണ്ട്. പൊടികളെടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും പിന്നെ നമ്മൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുടംപുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, വേണ്ടേ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കറിവേപ്പില മൂത്ത് വന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞത് ആദ്യം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മൂത്ത് വരുന്നവരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കിയെടുക്കാവേ. അപ്പോൾ അതേണ്ട ഒരു 5-10 മിനിറ്റിന് ശേഷം നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ല മൂത്ത മണം വന്നിട്ടുണ്ട്. ഉള്ളിയും ഇഞ്ചിയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്ന സമയത്ത് നമ്മളിതിലേക്ക് നമ്മളെടുത്ത് വെച്ച പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതീയിൽ വെച്ച് വേണം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. അതുപോലെ തന്നെ മുളക് പൊടിയും കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടംപുളി ചേർത്ത് കൊടുക്കാം. കുടംപുളി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് ചെറുതീയിൽ വെച്ചൊന്ന് ഈ മുളകൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. ഇപ്പോൾ വേണ്ടേ നമ്മുടെ അരപ്പിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഉപ്പ് ഒത്തിരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിന് ശേഷം വേണമെങ്കിൽ പിന്നീട് കുറച്ചുകൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചാറ് എത്രയാണ് ആവശ്യം അത്രയും വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇപ്പം നമ്മൾ ചാറിന് ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു പകുതി തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവൻ തക്കാളി ചേർത്ത് കൊടുക്കേണ്ട. കാരണം നമ്മൾ കുടംപുളി ഇട്ട് വെക്കുന്നതാണ്. അതിൻ്റെ കൂടെ തക്കാളി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാവേ. പിന്നെ നമ്മൾ മീൻകറി വെക്കാനായിട്ട് എടുത്തിരിക്കുന്ന കറുത്ത ആവൂലിയാണ്. അതും തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേണ്ട ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് പെറുക്കിയിട്ട് കൊടുക്കാവേ. അതിന് ശേഷം തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. വേണ്ട നമ്മുടെ കറി ഇപ്പം ഏകദേശം ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ പൊടിക്കൊരു ഉപ്പിൻ്റെ കുറവുണ്ട്. ആ ഉപ്പും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം തിളച്ച് പകുതി ഇതാകുമ്പോൾ മാത്രമേ മീൻ ഇട്ട് കൊടുക്കാവുള്ളൂ. അല്ലെ പെട്ടെന്ന് നമ്മുടെ മീൻ വെന്ത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തേണ്ടേ ഞാൻ കുറച്ച് ഒരു പൊടിക്ക് നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയും ഉപ്പിൻ്റെ കുറവേ ഉള്ളൂ. അപ്പോൾ എല്ലാം കറക്റ്റായി വരും. എരിവും പുളിയും എല്ലാം കറക്റ്റായി വരുന്നുണ്ട്.
അപ്പോൾ തേണ്ട ഞാനൊരു 10 മിനിറ്റിന് ശേഷം വീണ്ടും തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കറിയൊക്കെ പറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം 1 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ മീൻകറി അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള മീൻകറിയാണ്. അപ്പോൾ നമ്മുടെ മീൻകറി നന്നായിട്ട് ഉപ്പും പുളിയും എല്ലാം പിടിച്ച് എല്ലാം പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. മൂടി വെച്ചിട്ട് വേണം പിന്നെ നമുക്ക് ഇത് നോക്കാനായിട്ട്. അപ്പം നല്ലൊരു സ്മെല്ലാണ് വരുന്നത് പച്ച വെളിച്ചെണ്ണയുടെയും അതുപോലെ തന്നെ ഈ മീൻകറി പറ്റിയതിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് വരുന്നത്. അപ്പം ഇതുപോലെ മീൻകറി തയ്യാറാക്കി നോക്കിയിട്ടില്ല തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണേ. പൊറോട്ടയുടെ കൂടെയും അതുപോലെ കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു മീൻകറിയാണ്. അപ്പം ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് ഇട്ടേക്കണേ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.